കണ്ണടക്കി. ക്ലോസ് യുവർ ഐസ്. ക്ലോസ് യുവർ ഐസ്. അതിനേക്കാൾ വിലയുള്ള ഒരു സാധനം. ഹായ് ഫ്രണ്ട്സ്, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നലെ ആയിരുന്നു റിസൾട്ട് വന്നത്. അപ്പം പ്രതീക്ഷിക്കാത്ത ടൈമിലായിരുന്നു ഗൈസ് റിസൾട്ട് വന്നിരുന്നത്. എനിക്ക് 20-ാം തീയതി മുന്നേ ആണ് വരുന്നതെന്ന് അറിയാം, പക്ഷേ അത് വിഷുവിൻ്റെ അന്നേ ആയിരിക്കും എന്നുള്ള കാര്യം എനിക്കും നല്ല ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം പ്രതീക്ഷിക്കാത്ത വന്ന റിസൾട്ട് ഒരു നല്ലൊരു റിസൾട്ട് തന്നെ ആയി ഗൈസ്. സോ ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറം എനിക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ച്. അപ്പം കമൻറ്റ് ബോക്സൊക്കെ കണ്ടു, എല്ലാവരും കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞു ഗൈസ്. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ചിലരുണ്ട് പിന്നെ ഇത്രയും ഈ ഒരു മാർക്കിനാണോ ഇത്രയും അതെ, പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറം മാർക്ക് കിട്ടിയത് കൊണ്ടുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് നിങ്ങൾ കണ്ടത്. അപ്പം ഇതെല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. എന്താ പറയുക, എനിക്ക് താങ്ക് യു ദൈവത്തിനോടും പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം അമ്പലത്തിലേക്ക് വന്നേക്കാണ് ഗൈസ് രാവിലെ തന്നെ. സോ നമുക്ക് അമ്പലത്തിലേക്ക് കയറാം. ഇവിടെ അടുത്തുള്ള അമ്പലം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ തൊഴുതിറങ്ങി. ഇനി ചുറ്റമ്പലം കൂടി തൊഴണം. പിന്നെ പ്രസാദം വാങ്ങണം. സമ്പലം തൊട്ട് ഗൈസ് ബാക്കി കൂട് കാണുന്നു. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ തൊഴുത് കഴിഞ്ഞിട്ട് അവിടെ പായസം ഉണ്ട് ഗൈസ്. അപ്പോൾ പായസമൊക്കെ കുടിച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ്, വീട്ടിലോട്ട് പോവാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ കുറച്ചുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, ഞാനും അമ്മയും പുറത്ത് പോവാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ മാതിരി കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കൽ, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് ഗൈസ്. ഈ അമ്പലത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഗ്ലോ ആണ് ഗൈസ് ഫേസിന്. ഞാൻ റീൽസിലും കണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച അത് സത്യമാണല്ലോ എന്ന്. രാവിലെ പോയി വരുമ്പോട്ടോ ഒരു നല്ലൊരു ഗ്ലോ ഒക്കെയാണ്. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ടൗണിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുത്ത്, പിന്നെ എനിക്ക് ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നു, ത്രെഡൊക്കെ ചെയ്ത് വന്നു ഗൈസ്. ഭയങ്കര വെയിലില്ലേ, ഓ പെരും വെയില്, അങ്ങനെ അടിക്കണ സൺ സ്ലാപ്പ്. ഫ്രണ്ട്സ്, നിൽക്കണ കുളിപ്പിച്ച് നല്ല വെളുത്തുള്ളി മാതിരി ഇരിക്കണുണ്ട്. അങ്ങനെയുണ്ട് ഗൈസ് ത്രെഡ് ചെയ്തിട്ട്. ഇതെൻ്റെ പുതിയ ലിപ്സ്റ്റിക് ഷെയ്ഡാണ്, മാഴ്സിൻ്റെ. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് ഗൈസ്, കാണിച്ചു തരാം. ടാബ് ഓഫ് ആക്കി വെച്ചു ഗൈസ്. ഫ്രണ്ട്സ്, ഇന്ന് ഇറങ്ങിയ, അതായത് ദേവുവിൻ്റെ റിസൾട്ട് ഇന്ന് വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അത് കാണുമ്പോഴും ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നുണ്ട്. അപ്പം ഇന്ന് ദേവുവിന് പുറത്തുനിന്ന് ഫുഡ് വേണമെന്ന് പറഞ്ഞു ഉച്ചയ്ക്ക്. അപ്പം ഞങ്ങൾ പുറത്ത് പോവാണ് ഫുഡ് കഴിക്കാൻ. ബാർജുവാ, ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. ദിയമോളും ഉണ്ട് കേട്ടോ. അർജുമാമ വ്ളോഗ് എഡിറ്റ് ചെയ്ത് താഴത്തേക്ക് ഇപ്പം ഇറങ്ങി വരികയാണ്. അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു വ്ളോഗ്. ഞാൻ ആദ്യമായിട്ടായിരിക്കും എൻ്റെ ഒരു വ്ളോഗ് വരാൻ ഞാൻ അങ്ങനെ കാത്തിരിക്കണത്. കാരണം റിസൾട്ടിൻ്റെ വ്ളോഗ് മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാത്തിരുന്നിട്ടുള്ളൂ വരാൻ. പിന്നെ പറഞ്ഞപ്പോഴാ ഞാൻ ഇൻസ്റ്റയിൽ ഈ റിസൾട്ടിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം അതിലുണ്ടായിരുന്ന പാട്ടില്ലേ, അത് ഞാൻ 10ാം ക്ലാസ് തുടങ്ങിയപ്പം ആ പാട്ടിൽ എനിക്ക് എഡിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതെ, റിസൾട്ട് വരുമ്പോഴോ? റിസൾട്ട് വരുമ്പോ ആണോ? ആ വീഡിയോ ദേവാണ് എഡിറ്റ് ചെയ്തത്, ഇൻസ്റ്റയിൽ വന്ന വീഡിയോ. അപ്പം ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. ഇവിടെ എന്താ ദേവന് വേണ്ടേ? ആണോ? ഞാനുണ്ടല്ലോ, ഞാൻ വിശന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലട്ടെ. വിശന്നപ്പോ ഞാനിവിടെ കുറച്ച് ചോറ് വീട്ടിലിരിപ്പുണ്ടായിരുന്നു. അത് എടുത്ത് ഞാൻ ഒരു പിന്നെ പുൾസൈ അടിച്ച് അച്ചാറും കൂട്ടി കുറച്ച് കഴിച്ച്. അതുകൊണ്ട് ഇപ്പൊ പെരുമ്പശപ്പ് പോയി. ഇപ്പൊ പോയി കഴിഞ്ഞാൽ മുതലാവില്ല. ഉച്ചയ്ക്ക് ഫുഡ് പുറത്തുനിന്ന്
നന്നാക്കാന്ന് രാവിലെ പ്ലാൻ ചെയ്തിരുന്നു. ദാറ്റ്സ് വൈ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്താ നമ്മളെ വെള്ളം ചാടുന്നത് ഏതെടുക്കൂലേ? ആണോ? ആട്ടോ ശരി. അങ്ങോട്ട് പോയില്ലേ? അവർക്ക് മേല് വേദനിക്കൂലല്ലേ ഈ വെള്ളം ചാടുമ്പോ? ഫ്രണ്ട്സ്, ഞാൻ എന്നത്തെയും പോലെ മന്തിയും പെരി പെരിയാണ് ഓർഡർ ചെയ്തത്. ഞാൻ പെരുപരി ബിരിയാണി നടന്നു. ഞാൻ കഞ്ഞി കുടിച്ചതാണ്. കൈ ഒടിച്ചോ? കയ്യല്ല, കഞ്ഞി കുടിച്ചു. നല്ല ഇല്ലെങ്കിലോ പെരുപരി ഇല്ലെങ്കിൽ ബിരിയാണി മാത്രം റെഡി. ഫ്രണ്ട്സ്, മന്തി ഇല്ല, അപ്പൊ ഞാനും ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. മന്തി ആയിട്ടില്ല. വിചാരിച്ചു വന്നത് ഇവിടെ ഇല്ല, ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കഴിച്ചിറങ്ങി. ഇനി ഞങ്ങൾ നിലമ്പൂരൊന്ന് പോകണം. കാരണം പറയാൻ മറന്നു, പപ്പേൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ വീണ്ടും പോയിട്ടോ. അപ്പൊ ഞങ്ങളത് നന്നാക്കാൻ വേണ്ടി ഒന്ന് കാണിച്ചേട്ടത്. അതെ അതെ, ഇതാണ് അവസ്ഥ, ഫോണിന്റെ അവസ്ഥ ഇതാണ്. ഇടയ്ക്കുണ്ടല്ലോ ചിലപ്പോ പെട്ടെന്നാണ് വന്ന ഇന്നിപ്പോ ഒരു 15 മിനിറ്റ് കിട്ടിയിരുന്നു. ആണോ? 15 മിനിറ്റ് കിട്ടി. ഞാൻ ഇൻസ്റ്റയില് ദേവുന്റെ ഇതിന്റെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട്, എനിക്ക് സ്റ്റാറ്റസ് ഒന്നും ഇടാൻ പറ്റാതെ ഇറക്കിയിരുന്നു. ഇട്ട് ഇൻസ്റ്റയിൽ ഇട്ടു, വാട്സാപ്പിൽ ഇടാൻ പറ്റിയില്ല. ഫ്രണ്ട്സ്, അപ്പം ഇനി അടുത്ത സ്കൂളിന്റെ അഡ്മിഷൻ എവിടെയാണ് കൊടുക്കണേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളെ അടുത്ത് തന്നെ കൊടുക്കണം. മറ്റേ ഇത് കൊടുക്കണം, അലോട്ട്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ CBSE ആണോ സ്റ്റേറ്റ് ആണോ എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. സയൻസ് ആണ് എടുക്കണത് മാത്രം തീരുമാനിച്ചു. കൺഫ്യൂഷനാണ്. പിന്നെ CBSEക്ക് വിടണോ അതോ സ്റ്റേറ്റിൽ വിടണോ എന്നുള്ളത് കൺഫ്യൂഷനാണ്. അതെ അതെ, താല്പര്യം. അതുകൊണ്ട് തന്നെ CBSE പോണോ കേരള രണ്ടും നല്ലതാണ് ഒരേപോലെ തന്നെ. സ്റ്റേറ്റ് ആകുമ്പോ ട്യൂഷനും പോകേണ്ടി വരും. സ്റ്റേറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കേണ്ടവർക്ക് സ്റ്റേറ്റ് മതി. ഏറ്റവും നല്ല ടീച്ചേഴ്സും ഒക്കെ ഉള്ളത് സ്റ്റേറ്റിലാണ്. ടീച്ചേഴ്സൊക്കെ ഭയങ്കര ക്വാളിഫൈഡ് ആയിരിക്കും. പ്രൈവറ്റ് പോലത്തെ ആൾക്കാരാവില്ല സ്റ്റേറ്റില്. നല്ല ടീച്ചേഴ്സ് ആയിരിക്കും. അപ്പം പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല സുഖമാണ് സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ. കുറച്ച് ഉഴപ്പുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് തല്ലി പഠിപ്പിക്കുന്ന ആൾക്കാരായിരിക്കും വേണ്ടതൊന്നും നിർബന്ധിച്ച്. അതാവുമ്പോൾ പ്രൈവറ്റ് ആയിരിക്കും നല്ലത്. ഇപ്പൊ ഈ സ്റ്റേറ്റ് സിലബസ് തന്നെ പിന്നെ ഇതുണ്ട്, പ്രൈവറ്റ് മാനേജ്മെന്റ് സ്കൂളുകളുണ്ട്. ഇനി അങ്ങനെ പോയാലും മതി. പക്ഷെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ അവിടുന്ന് കുറെ ദൂരമുണ്ട്. ഇപ്പം കേരള സിലബസ് ആണെങ്കിൽ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഹൈസ്കൂളുണ്ട്, പൂക്കോടുംപാട ഹൈസ്കൂളുണ്ട്. പക്ഷെ CBSE അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിലും കേരള സിലബസിൽ വേറെ സ്കൂളുകളാണെങ്കിലും കുറച്ച് ദൂരെയാണ്. കാരണം സ്കൂൾ വിട്ട് വന്ന് ഭയങ്കര ക്ഷീണമായിരിക്കുമല്ലോ അല്ലേ. പിന്നെ അതേമാതിരി തന്നെ +1 +2 സ്കൂൾ ബസ് ഉണ്ടോന്നും അറിയില്ല. 10ാം ക്ലാസ് വരെ സ്കൂൾ ബസ് ഉണ്ടാവും. +1 +2 സ്കൂൾ ബസ് ഉണ്ടോന്ന് അറിയില്ല. പിന്നെ CBSE ഉള്ളത് ഒന്ന് നിലമ്പൂര് നമ്മളെ PVS ഉണ്ട്. ദേവു ഇപ്പൊ ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ തന്നെ +1 +2 ഉണ്ട്. പിന്നെ അവിടെ ഫാത്തിമാഗിരി പറഞ്ഞിട്ട് സംഭവം ഉണ്ട്. അവിടെ എന്തായാലും ഞങ്ങൾ പോവില്ല. അത് വേറെ കാര്യം. കാരണം നമ്മളൊരു വ്ളോഗ്, പരീക്ഷേന്റെ എക്സാം വ്ളോഗ് എടുത്തപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ കണ്ടാൽ മനസ്സിലാവുണ്ടാവും. ആ വ്ളോഗിൽ കുറെ സാധനങ്ങൾ ബ്ലറായിരിക്കും. നമ്മളെ അവിടെ ദേവു എക്സാം കഴിഞ്ഞ് വരുമ്പോ അവളെ റിയാക്ഷൻ എടുത്തതാണ്. അപ്പൊ അവരുടെ സ്കൂള് പുറകിലുണ്ട്, ആ സ്കൂൾ അതിൽ പെട്ടു എന്നും പറഞ്ഞിട്ട് നമ്മളോട് പ്രശ്നം ഉണ്ടാവും. ഇവിടെ ദേവുവിന് സ്കൂളിൽ വിളിച്ച് പ്രശ്നം ഉണ്ടാക്കി. അവരാ വീഡിയോ ബ്ലറാണ്, കുറെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു, ക്രോപ്പ് ചെയ്യിപ്പിച്ചു. കുറെ ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മള് തീരുമാനിച്ചു ആ ഭാഗം അവരുടെ പോർഷൻ മാത്രം അങ്ങനെ ക്രോപ്പ് ചെയ്ത് കോപ്പി ചെയ്യാൻ പറ്റാത്ത നമ്മൾ ബ്ലറാക്കി കൊടുത്തു. അവരുടെ സ്കൂൾ കാണാത്ത രീതിയിലാക്കി കൊടുത്തു. സാധാരണ അറിയാതെ അവരുടെ സ്കൂളിൽ കേറിയോ ഒന്നുമില്ല. ഇവര് ഗേറ്റ് തുറന്നപ്പോഴാണ് നമ്മൾ അകത്തോട്ട് പോകുന്നത് തന്നെ. കുട്ടികളെ ക്ലാസ്സും കഴിഞ്ഞിട്ടാണ്. അതിന് മുമ്പ് നമ്മൾ കേറിയിട്ടില്ല. അത് കഴിഞ്ഞ് പുറത്തോട്ട് ജസ്റ്റ് വന്നപ്പോ ദേവുവിന്റെ ഇതുള്ളൂ. അപ്പൊ ദൂരെ എങ്ങാണ്ടാണ് സ്കൂൾ കിടക്കുന്നത്. അങ്ങനെ അവര് സ്ട്രിക്റ്റ് ആയി പറഞ്ഞോണ്ട് നമ്മൾ സ്കൂളിൽ ഞാൻ വിടൂല. അത്രേ ഉള്ളൂ. പക്ഷെ നമ്മളുണ്ടല്ലോ ഒരു സ്കൂള് നമ്മൾ വീഡിയോ എടുക്കുമ്പം സ്വാഭാവികമായിട്ട് രണ്ടുപേര് അവിടെ പോവുക ചെയ്യാം. അതായത് കുട്ടികൾക്ക് നല്ല സ്കൂളാണെങ്കിൽ ആ കുട്ടികൾ അവിടെ അവിടെ എങ്ങനെ ഇപ്പൊ ദേവ് പഠിച്ച സ്കൂളിൽ തന്നെ
എത്ര കുട്ടികൾ നമ്മളോട് ചോദിച്ചു ദേവ് പഠിക്കുന്ന സ്കൂൾ എങ്ങനെയുണ്ട്, നല്ലതാണോ മോശമാണോ. എത്ര കുട്ടികൾ അവിടെ വന്ന് ചേർന്നു, ഞങ്ങൾ പറഞ്ഞിട്ട് തന്നെ ചേർന്നു. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഒരു ഇത് നമുക്ക് ഇതുവരെ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. പിന്നെ പെർമിഷനൊക്കെ വേണം സ്കൂളില്. അത് വേണം. നമ്മളെ കോമ്പൗണ്ടിൽ കേറിയിട്ടില്ല, പാർക്കിങ്ങിന്റെ അവിടെയാണ് ഞങ്ങൾ നിന്നിട്ടുള്ളൂ. കാറൊക്കെ നിർത്തിയിടുന്ന എല്ലാരും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മള് വ്ളോഗ് ഇട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതും അവരെ സ്കൂള് കാണിച്ചിട്ടും നല്ല ഇട്ടിരിക്കുന്നത്. ദേവുനെയാണ് ജസ്റ്റ് ദേവുനോട് എങ്ങനെയുണ്ട് എക്സാം എന്ന് ചോദിക്കുന്നു, അഭിപ്രായം പറയുന്നു. അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വീഡിയോ, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എന്താന്നുള്ളത്. ദൂരത്തെങ്ങാണ്ട് സ്കൂള് ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു 2 മണിക്കൂർ കൊണ്ട് ശരിയാക്കി തരാമോ? 2 hours. ഞാനൊരു ലിപ്സ്റ്റിക് അല്ല, ഇത് ലിപ് ഗ്ലോസ് ഓർഡർ ചെയ്തു. ദേവുന് വേണ്ടി ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. പക്ഷെ ഓള് നേരത്തെ വേറെ ഏതോ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ലിപ് ടിന്റ് ആണ്. ദേവുന് ചേരുന്നില്ല. എനിക്ക് എന്റെ ഇഷ്ടത്തിന് വേണമെങ്കിൽ എനിക്ക് ചേരുന്ന ഒരു ലിപ്സ്റ്റിക് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളൂ അറിയാം. അഡ്രസ് കമന്റ് ചെയ്താൽ എവിടെ നിന്റെ കാറ്? ഒരു ചുണ്ട് ഫ്രീ ആണെങ്കിൽ അവിടെ വെച്ചോ കേട്ടോ. ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല. ഞാനൊരു ലിപ് ടിന്റ് വാങ്ങിയിട്ടുണ്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊരു ലൈറ്റ് വെയ്റ്റഡ് ആണ്, മാൾസിന്റെ. ചേട്ടായിക്ക് വേണോ? ചേട്ടാ വന്നിട്ട് ചേട്ടാ ഒന്ന് നോക്കട്ടെ. ചുണ്ടിന് കറുപ്പില്ലേ? ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഈ ചുണ്ടിന്റെ അറ്റത്ത് പിഗ്മെന്റേഷൻ ഉള്ളവർക്ക് നല്ല രസമായിരിക്കും. ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് 2 മണിക്കൂർ എങ്ങനെയെങ്കിലും കളയണം. നമ്മളെ പപ്പേൻ്റെ ഫോണ് നന്നാക്കാൻ കൊടുത്തിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ എനിക്ക് ഓർമ്മയില്ല, അത്ര വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഇവിടെ ഷൂവിൻ്റെ കടയിൽ വന്നേക്കാണ്. പപ്പയ്ക്ക് ഷൂ എടുക്കാൻ, പിന്നെ ദിയമോക്കും ചെരുപ്പ് എടുക്കണം. എന്തായി, കിട്ടിയോ? ഷൂ വാങ്ങിയറിയാം, പക്ഷെ ഷൂ ഇഷ്ടപ്പെട്ട ഒന്നുമില്ല. ഓൾഡ് സ്റ്റോക്ക് ചെയ്തിട്ടുള്ള. പക്ഷെ ആ കട പുറത്തുനിന്ന് കാണുമ്പോ നല്ല ഭംഗിയുള്ളൊരു കട അല്ലേ? പക്ഷെ അകത്ത് കയറി എല്ലാം ഓൾഡ് സ്റ്റോക്ക്, പൊടി പിടിച്ചെടുക്കുക. ഫ്രണ്ട്സ്, ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. കാരണം 3 മണിക്കൂർ എടുക്കും പറഞ്ഞു ഫോണ് നന്നാക്കി കിട്ടാൻ. അപ്പോൾ 3 മണിക്കൂർ ഇപ്പോൾ നമ്മൾ എവിടെ എങ്ങനെ സ്പെൻഡ് ചെയ്യും? സമയം കളയണ്ടേ? അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ പൊരി വെയിലത്ത് എപ്പോഴേ ഇരിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ വീട്ടിലേക്ക് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. അപ്പം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് മേലൊക്കെ കഴുകി ഞങ്ങളിപ്പോൾ അഭിമാമൻ്റെ വീട്ടിലേക്ക് പോവാണ്. അഭിമാമൻ്റെ വീട്ടിൽ പാർട്ടി ഉണ്ട് ഗൈസ്. അപ്പം ഞങ്ങളെ കസിൻസ് കുറച്ച് പേര് വരുന്നുണ്ട്, അമ്മേൻ്റെ ഭാഗത്തുള്ള കസിൻസ്. സോ ഞാനും ദിയമോളിപ്പം സ്കൂട്ടി എടുത്ത് പോവാണ് ഗൈസ്. മാങ്ങ മൂത്തോ? പറിച്ചില്ലെങ്കിൽ പുഴുവാവും. പക്ഷെ പച്ചക്ക് ഭയങ്കര പുളിയാണ്. ആണോ? ഇതാ ഫ്രണ്ട്സ്, ഇവിടെ ഒരു മാങ്ങ പഴുത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. വേറൊരു മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇത് നല്ല മധുരട്ടോ. ഈ മാങ്ങ പഴുത്തിട്ടുണ്ട്. കുറേ ദിവസമായി ആ മാങ്ങ ഉണ്ടായിട്ട്. ഞാൻ എന്നും നോക്കും അത് പഴുത്തോ. ഫ്രണ്ട്സ്, ദേവും ദിയേം അഭിമാമൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഞങ്ങളൊന്ന് ടൗണിൽ പോകണം. കാരണം ദേവുവിന് ഞങ്ങൾ ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. എൻ്റെ വക ഞാൻ ദേവുവിനൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോവുകയാണ്. പപ്പയുടെ വകയുള്ള ഗിഫ്റ്റ് പുറകെ വരുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ വകയാണ്. അങ്ങനെ മോതിരം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തന്ന മോതിരം തന്നെ വാങ്ങിച്ചത്. റിങ് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ.
വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അതന്നെയാണ് വാങ്ങിയത്. അപ്പൊ നമുക്കിത് നമുക്ക് കൊടുക്കണം. ഫ്രണ്ട്സ്, ഞങ്ങൾ അഭിമാമന്റെ വീട്ടിലെത്തിയിട്ടോ. ദേവും ദിയൊക്കെ ഇവിടെ ഉണ്ട്. ദിയമോളും യദുവാവ ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ വാവ, ഞങ്ങളുടെ കുഞ്ഞു വാവയാണ് കേട്ടോ. എന്റെ പൊന്നാണ്. അതിനെ ഞാൻ വന്നപ്പോഴല്ലോ ബഹളം. കണ്ണടക്കും. ക്ലോസ് യുവർ ഐസ്. ക്ലോസ് യുവർ ഐസ്. എന്താണ് ക്ലോസ് യുവർ ഐസ്. BMW താക്കോലാണോ? അതിനേക്കാൾ വിലയുള്ള ഒരു സാധനം. യാ, ഒരു സർപ്രൈസ്. ആയോ? ആ, എനിക്കാണോ? ഓ നല്ല മോഡല്. Who selected? Who selected? പറ. പപ്പയാണോ? ആണോ? സെലക്ട് ചെയ്ത് ആരാന്ന് ചോദിച്ചു പറ. സെലക്ട് ചെയ്ത് ആരാ പറ. അമ്മ ഉണ്ടല്ലോ ദേവോ. അമ്മ അവിടെ നിന്ന് എല്ലാം നോക്കി 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 ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഇതെടുത്തു പറഞ്ഞു. അത് വാങ്ങി പോരും പൊരിച്ച്. ഫുൾ കാരാണ്ട് ഫോണില്. ഫ്രണ്ട്സ്, കസിൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ അവിടെ എല്ലാരും പടക്കം പൊട്ടിച്ചോണ്ടിരിക്കാണ്. അവന്റെ കൈമക്കാണ് പൊട്ടിയോ പറക്കോ പൊട്ടിയോ പൊട്ടിയോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇവിടുത്തെ പരിപാടിക്ക് കഴിഞ്ഞു. എല്ലാരും പോവാണ്, ഞങ്ങളും പോവാൻ ഇറങ്ങുകയാണ്. എന്നിട്ട് ഫ്രണ്ട്സ്, നമ്മള് നേരത്തെ പറഞ്ഞ മാങ്ങ പറിക്കാൻ വിചാരിച്ചു. അപ്പം അതിപ്പോ രാവിലത്തേക്ക് ഒരു കിളിയും കൊത്തി കൊണ്ടുപോയത്. പഴുത്തോ? ഈ മാങ്ങ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അതെന്താ പ്രശ്നം കണ്ടുപിടിച്ചു. എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടം, ഇങ്ങനത്തെ മാങ്ങ. ഇതെല്ലാം ഒരുമിച്ചുണ്ടായതുകൊണ്ടേ ഇതാ ഇത് മൂത്രം. നല്ല മൂട്ടുണ്ട്. ആ തിന്നോ. എന്റെ ഉള്ളിൽ എന്താണ് എനിക്ക് എക്സൈറ്റഡാ.